പിണറായി വിജയനെ സംബന്ധിച്ചും CPM-നെ സംബന്ധിച്ചും ഈ എല്ലാ ദുരന്തങ്ങളും ഉണ്ടാകുമ്പോൾ അവര് ഇതിനെ വേറൊരു തരത്തിൽ ആഘോഷമാക്കി മാറ്റുന്നവരാണ്. പണം പിരിക്കാനുള്ള അവസരം ഇതാ വന്നിരിക്കുന്നു, ദൈവം ഒരു അവസരം കണ്ടെത്തുന്നിരിക്കുകയാണ്. അതുകൊണ്ടാണല്ലോ പിണറായി വിജയൻ ഈ ന്യൂസ് വരുന്ന അപ്പം തന്നെ അനൗൺസ് ചെയ്യാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകുക. CPM-ന്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഒരു 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 ഗുണമുള്ള രാഷ്ട്രീയമല്ല. ഊരാളുന്ന സൊസൈറ്റി പോലുള്ളവർക്ക് പണം കൊടുത്തിട്ട് അതിൽ നിന്ന് ഈ പൈസ തിരിച്ചു വാങ്ങുന്ന പണിയൊന്നും നടക്കില്ല. ഈ പിണറായി വിജയന്റെ ഈ ഒരു പിരിവ് നടക്കാവൂ. നമ്മളിപ്പോൾ ഇത് അനൗൺസ് ചെയ്തതിനു ശേഷം തന്നെ ആളുകൾ ഒരുപാട് പേര് ഇവരോട് ചോദിക്കുന്നുണ്ടല്ലോ, ഇനി എന്തിനാണ് പൈസ പിരിക്കുന്നത്? ഇപ്പം സാലറി ചലഞ്ച് എന്ന് പറഞ്ഞിട്ട് പരിപാടി കൊണ്ട് ഇറങ്ങിയിരിക്കുകയാണ്. എന്തിനു വേണ്ടിയാണ്, എന്ത് കാര്യത്തിന് വേണ്ടിയാണ് ഇനി പണം? ഇവിടെ എന്ത് ആവശ്യമുള്ള കേന്ദ്ര ഗവൺമെന്റ് പൈസ തരാന്ന് പറഞ്ഞു. അത് ബക്കറ്റ് പിരിവ് നടത്തിയല്ല ഗവൺമെന്റ് ചെയ്യേണ്ടത്. ഇവിടെ അതിനുള്ള സംവിധാനമുണ്ട്. ആ പണം ഉപയോഗിച്ചിട്ട് അത് ചെയ്തു കൊടുക്കേണ്ട ഉത്തരവാദിത്വം ഗവൺമെന്റിനുണ്ട്. ഓക്കെ, ഇന്ത്യ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ദുരന്തം അതില് സമ്പൂർണമായിട്ടുള്ള എല്ലാ വീടുകളും 500 വീട് എന്ന് പറഞ്ഞാൽ ഇനഫാണ്. അവിടുത്തെ പ്രസിഡന്റ് പറഞ്ഞത് 250-300 വീട് എന്ന് പറഞ്ഞാൽ മാക്സിമം ആണ്. അതിലപ്പുറത്തെ വീട് വേണ്ട, കാരണം എല്ലാവരും മരിച്ചുപോയി, എല്ലാവർക്കും ഒഴുകിപ്പോയി, പിന്നെ അവർക്ക് വീട് വേണ്ട. അല്ലാതെ വിദേശത്തുള്ള മക്കളൊക്കെ ഉള്ളവർക്ക് വേണമെങ്കിൽ വേണ്ടിയിട്ട് 50 വീട് മാറ്റി വെച്ചാൽ മൊത്തത്തിൽ 300 വീടാണ്. 300 വീട് എന്ന് പറഞ്ഞാൽ ഇപ്പം ഭീഷണി നേരിടുന്ന ആൾക്കാരും വീട് നഷ്ടപ്പെട്ട് ജീവനോടെ ഉള്ള ആൾക്കാർക്കും കൂടെ കൂട്ടുമ്പോൾ 3 വീടാണ് മാക്സിമം വേണ്ടത്. 500 വീട് ഓഫർ ചെയ്തിട്ട് എല്ലാ സ്ഥലത്തിലും ഇപ്പോൾ തന്നെ പ്രവർത്തനം ആരംഭിക്കാന്ന് പറഞ്ഞിട്ടും ഈ എന്തുകൊണ്ടാണ് താങ്കൾക്കെതിരെ ഈ സംഘടനയ്ക്ക് ഇങ്ങനെ ഒരു ഓഫർ ചെയ്തിട്ടും പരിചയമുണ്ടായിട്ടും മറ്റുള്ളവർക്കൊക്കെ ഇങ്ങനെ പരിചയമില്ല, എന്തുകൊണ്ടാണ് പിണറായി വിജയൻ ഈ ഗവൺമെന്റ് ഈ സംഘടനയോട് ഇങ്ങനെ കാണിക്കുന്നത്? പിണറായി വിജയനെ സംബന്ധിച്ചും CPM-നെ സംബന്ധിച്ചും ഈ എല്ലാ ദുരന്തങ്ങളും ഉണ്ടാകുമ്പോൾ അവര് ഇതിനെ വേറൊരു തരത്തിൽ ആഘോഷമാക്കി മാറ്റുന്നവരാണ്. പണം പിരിക്കാനുള്ള അവസരം ഇതാ വന്നിരിക്കുന്നു, ദൈവം ഒരു അവസരം കണ്ടെത്തുന്നിരിക്കുകയാണ്. അതുകൊണ്ടാണല്ലോ പിണറായി വിജയൻ ഈ ന്യൂസ് വരുന്ന അപ്പം തന്നെ അനൗൺസ് ചെയ്യാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകുക എന്നാണ് പറയുന്നത്. അവിടെ ഈ സത്യത്തിൽ ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ എന്ത് കാര്യത്തിനാണ് ഈ സംഭാവന പിരിക്കേണ്ട ആവശ്യം? ഇത് ഗവൺമെന്റ് ഉത്തരവാദിത്തമല്ലേ? നമ്മുടെ സംസ്ഥാനത്ത് ഇതുപോലെ ഒരു ദാരുണമായ പ്രശ്നത്തിൽ ആളുകൾ പെടുന്നു, ഉടനെ അത് പിരിവെടുത്തും ബക്കറ്റ് പിരിവെടുത്തും ആളുകളോട് പിച്ച ചോദിച്ചൊക്കെയാണോ ഈ കാര്യം നടത്തേണ്ടത്? ഒരു ഗവൺമെന്റ് ചെയ്യേണ്ട പണി അതാണോ? ഗവൺമെന്റ് ചെയ്യേണ്ടത് അതിനുള്ള ഫണ്ട് ഇവിടെ ഉണ്ട്. ഇവര് ഈ കഴിഞ്ഞ അങ്ങേക്കറിയാമല്ലോ, സുനാമി 2004 ഉണ്ടാകുന്നത്. ഈ സുനാമി വന്നപ്പോൾ മുതൽ ആണ് കേരളം നമ്മൾ ഈ ദുരന്തങ്ങൾ ഇങ്ങനെ കണ്ടു തുടങ്ങുന്നത്. പിന്നെ പിണറായിയുടെ വരവോടുകൂടി ഇത് വളരെ രൂക്ഷമായി. 2018 പ്രളയം ഉണ്ടായി, 2019 ഉണ്ടായി. അങ്ങനെ തുടർച്ചയായിട്ടുള്ള പ്രളയം ഉരുൾപൊട്ടലും കൊണ്ട് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന പ്രദേശമായി കേരളം മാറി. അതെന്തുകൊണ്ടാണെന്നാണ് താങ്കളുടെ ഒരു വിലയിരുത്തൽ? താങ്കൾ പൊതുവെ ഒരു പരിസ്ഥിതി പ്രവർത്തകനും മലകളെ കുറിച്ചിട്ടും ഈ കാടുകളെ കുറിച്ചിട്ടൊക്കെ പഠിച്ചിട്ടുള്ള ഒരാളാണല്ലോ, പ്രത്യേകിച്ചും ആദിവാസികളെ കുറിച്ച് പഠിക്കുമ്പോൾ. അതിന്റെ ഒരു സയൻസ് എന്ന് പറയുന്നതിനകത്ത് പിണറായി വിജയന് റോളൊന്നുമില്ല. പക്ഷെ നമ്മൾ പറയാറുള്ളത് ഇതുപോലെ ചില ഭരണാധികാരികള് ഒരു രാജ്യത്തേക്ക് വരുമ്പോൾ ഒരു രാജ്യം പോലെയാണല്ലോ ഇവരും കാണുന്നത്, നമ്മൾ കാണുന്നില്ലേലും. ബൈബിളിൽ ഒരു ചൊല്ലുണ്ട്, ഇങ്ങനെയുള്ള രാജാക്കന്മാർ ഭരിക്കുമ്പോൾ അവിടെ ഇങ്ങനെയൊക്കെ ഉണ്ടാകും എന്ന് പറയുന്ന ഒരു ചൊല്ലുണ്ട്. പ്രളയം, അഗ്നി, സർവനാശം. പക്ഷെ അതിലുപരിയായിട്ട് കഴിഞ്ഞ 8 വർഷം കൊണ്ട് കേരളത്തിന്റെ എല്ലാ മേഖലകളിൽ നിന്നും പാറമട ലോബികൾക്ക്, അനധികൃത പാറമട ലോബികൾക്ക് പ്രവർത്തിക്കാൻ സൗകര്യം കൊടുത്തു. കുന്നുകൾ ഇടിച്ച് നിരപ്പാക്കി മണ്ണെടുത്തു. അങ്ങനെ തണ്ണീർത്തടങ്ങൾ എല്ലാം തന്നെ മണ്ണിട്ട് നികത്തി. അങ്ങനെ സർവമാന രൂപത്തിൽ നാശമുണ്ടാക്കിയതിന്റെ പ്രത്യാഘാതമാണ് ഈ ദുരന്തം എന്ന് പറഞ്ഞാൽ നിഷേധിക്കാൻ പറ്റും. താങ്കൾ ഈ പരിസ്ഥിതി കാട് വെട്ടി തെളിയിച്ച് കാട് നിന്നൊക്കെ മരങ്ങൾ മുറിച്ചുകൊണ്ടുപോയി. അതെ, അതൊരു പരിധി വരെ അതിനെ ബാധിക്കുന്നുണ്ട് എങ്കിൽ പോലും അതിനൊക്കെ അപ്പുറമായിട്ട് ഈ ആഗോള താപനത്തിന്റെ ഒരു പ്രവൃത്തിയുടെ ഫലമായിട്ട് ഈ മഴയുടെ പെയ്ത്ത് വളരെ കൂടിയിട്ടുണ്ട്. അപ്പൊ പണ്ട് നമ്മളുടെ ഒരു തുള്ളി വരുമ്പോൾ ഉണ്ടാകുന്ന അതിൻ്റെ ഒരു അളവുണ്ട്, ഒരു തുള്ളിക്ക് ആ അളവ് വളരെ കൂടിയിരിക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ ചെറിയൊരു സമയം കൊണ്ട് കണ്ടമാനം ജലം ഭൂമിയിലേക്ക് പതിക്കുകയാണ്. ഇത് ഇതിനൊരു കാരണമാകുന്നുണ്ട്. ആഗോള താപനത്തിനകത്ത് ഒരു പ്രധാന ഘടകം തന്നെയാണ്. അതുണ്ട്. അതോടൊപ്പം നമ്മുടെ ഭൂമിയുടെ ഘടന മാറുമ്പോൾ അവര് ആ ഒരു പ്രത്യേക ഘടനയിലാണല്ലോ ഇങ്ങനെ പോകുന്നത്. അതിനൊരു മാറ്റം വരുമ്പോൾ, മണ്ണിട്ട് ഇതാക്കുമ്പോൾ, കല്ല് പൊട്ടിക്കുമ്പോൾ, തുടർച്ചയായിട്ട് ഇത്രയും തൊടാൻ പാടില്ലാത്ത പശ്ചിമഘട്ട നിരകളെല്ലാം ഇളക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനത്തെ കനത്ത മഴ പെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് ഉരുൾപൊട്ടില്ലേ? അല്ല, തീർച്ചയായിട്ടും ഉണ്ടാവും. അതല്ലേ ഇവിടെ ഉണ്ടായിട്ടുള്ളത്. കാരണം ഒന്ന് ഈ ഭൂമിയുടെ ഒരു ഉറപ്പിന് എപ്പോഴും ഷേക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്.
ഈ പാറമടകളും അവിടെ അവിടെ തന്നെയാണ് ഒരു തുരങ്കം ഒക്കെ ഉണ്ടാക്കുന്നുണ്ടല്ലോ, അതിൻ്റെ സമ്മർദ്ദങ്ങൾ ഇതെല്ലാം ഇതിനെ ബാധിക്കുന്നുണ്ട്. ഈ ചെറിയ ഇളക്കം തെറ്റിക്കഴിഞ്ഞാൽ മണ്ണ് വെള്ളം വീണ് കുതിർന്ന് വരുമ്പോൾ ഇത് ഒലിച്ചു കയറാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അത് ഇപ്പം ഇതിന്റെ എൻവയോൺമെന്റൽ സയന്റിസ്റ്റുകളൊക്കെ അതിനെക്കുറിച്ചുള്ള പഠനങ്ങളൊക്കെ എന്നോട് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞത് 700ഓളം അവിടെ റിസോർട്ടുകളും മറ്റുള്ള അതുപോലെ ഹോം സ്റ്റേ പ്രവർത്തിക്കുന്നുണ്ട്. അനധികൃതമായ നിർമ്മാണങ്ങൾ ഗവൺമെന്റ് നേരിട്ട് കൊടുത്തത് കൊണ്ടാണ്. എന്നിട്ട് അവിടെ ഇത്തരത്തിലുള്ള അവർക്ക് യാതൊരു ഉത്തരവാദിത്വം ഇല്ല, അവർ ചോദ്യം ചെയ്യാൻ പറ്റില്ല, ടൂറിസത്തിന്റെ ഭാഗമായിട്ടാണ് കൊടുത്തത്. അതുകൊണ്ടുണ്ടായിട്ടുള്ള ഒരു പ്രശ്നമാണ് ഈ ഉരുൾപൊട്ടലിനൊക്കെ കാരണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. കാരണമാകാൻ സാധ്യതയുണ്ട്. കാരണം ഈ ദുരന്തത്തിന്റെ കാരണക്കാരൻ എന്ന് പറയുന്നത് പിണറായി വിജയന്റെ ഈ ഭരണമാണ്. പിണറായി വിജയൻ നല്ല റോളുണ്ട്. ഇത്തരം എല്ലാ ദുരന്തങ്ങളുടെ പിന്നിലും പിണറായി വിജയന് റോളുണ്ട്. ഇപ്പൊ അങ്ങേക്കറിയാമല്ലോ, 18-ലെ മറ്റേ വെള്ളപ്പൊക്കം വരുന്നു, ഡാമുകൾ ഒറ്റയടിക്ക് തുറന്നു വിടുന്നു. മാൻമെയ്ഡ് ഡിസാസ്റ്റർ ആണ് എന്ന് പറഞ്ഞിട്ട് ഡൽഹി JNUവിലെ ഒരു പ്രൊഫസർ അമൃത സിംഗ് എന്ന് പറയുന്ന ഒരു പ്രൊഫസറുടെ ഒരു പഠന സംഘം വന്നിരുന്നു. അവര് അത് തെളിയിച്ചതാണ്, ഇത് മാൻമെയ്ഡ് ഡിസാസ്റ്റർ ആണ്, അല്ലാതെ സ്വാഭാവികമായ ഒരു വെള്ളപ്പൊക്കം അല്ലത്. അതിനകത്ത് 500 പേരാണ് മരണപ്പെട്ടത്. അവർക്ക് നഷ്ടപരിഹാരം കൊടുക്കണമെന്ന് പറഞ്ഞ് HRDS സുപ്രീം കോടതി കേസ് ഫയൽ ചെയ്തിരുന്നു. പിണറായി വിജയനാണ്. നമ്മുടെ നീതി സംവിധാനങ്ങളെ കുറിച്ച് ഇത്തരം വിഷയത്തിലേക്കൊക്കെ വരുമ്പോൾ നമുക്ക് ചില പരാതികൾ ഉണ്ട്. പക്ഷെ പരാതി പറഞ്ഞാൽ അവർ നമ്മൾ അറസ്റ്റ് ചെയ്യും. ഇതുകൊണ്ട് അത് പറയാൻ വരാം. ഞാൻ താങ്കളോട് ഈ HRDS വീട് നിർമ്മിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ സന്ദർഭത്തിൽ തന്നെ ഒരു ചോദ്യം ചോദിച്ചിരുന്നു. താങ്കളെ നേരത്തെ ഈ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. താങ്കൾ പിണറായി വിജയന്റെ ഏറ്റവും വലിയ ശത്രുവായി മാറിയ സ്വപ്നയെ സംരക്ഷിച്ചതിന്റെ പേരിലാണ് താങ്കളെ കള്ളക്കേസിൽ കുടുക്കി അറസ്റ്റ് ചെയ്തതെന്നുള്ളത്. അങ്ങനെയുള്ള സന്ദർഭത്തിൽ ഇവിടെ HRDS വീട് നിർമ്മിച്ചു കൊടുക്കാമെന്ന് പറയുന്ന പദ്ധതിക്ക് പിണറായി വിജയൻ നിൽക്കുമോ എന്ന് ചോദിച്ചിരുന്നു. ഞാൻ അപ്രീഷിയേറ്റ് ചെയ്ത ലെറ്റർ വന്നിട്ടുണ്ട്. അപ്പോൾ താങ്കൾ എന്താണ് പിണറായി വിജയനെ പൂർണ്ണമായി പഠിക്കാൻ കഴിയാത്തത്? അത് എന്താ പറയുക, പിണറായി വിജയൻ എന്നുള്ള ഒരാളെ നമ്മൾ കാണേണ്ട കാര്യമില്ല ഇതിനകത്ത്. ഇത് നമ്മുടെ സംസ്ഥാനത്തുണ്ടായ ഒരു ദുരന്തമാണ്. ഇവിടെ കേരളത്തിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടന, നമ്മൾ ഓൾ ഓവർ ഇന്ത്യയാണ് പ്രവർത്തന മേഖലയെങ്കിലും കേരളമാണല്ലോ നമ്മുടെ ഒരു പ്രധാന മേഖല. അപ്പോൾ അവിടെ ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ HRDS ഒരു NGO അതിനു വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടില്ലേ? അത് പിണറായി വിജയന്റെ ഒരു സംസ്ഥാനമല്ല, സ്വന്തം സ്ഥലമല്ല കേരളം എന്ന് പറയുന്നത്. അപ്പൊ ഞങ്ങൾ പിണറായി വിജയൻ എന്ന് പറഞ്ഞ ആൾക്ക് യാതൊരു പ്രാധാന്യം കൊടുക്കുന്നതിന് യാതൊരു ഒരു പരിഗണന ഇതിനകത്തില്ല. നമ്മളവിടെ മരണപ്പെട്ട ആളുകൾക്ക്, ആ ദുരന്തത്തിൽ പെട്ടവർക്ക് ഉള്ള പിന്തുണയാണ് നമ്മൾ കൊടുക്കുന്നത്. പിണറായി വിജയൻ നമ്മളെ സംബന്ധിച്ചോ? പക്ഷെ ഇപ്പോൾ താങ്കളുടെ സംഘടനയ്ക്ക് അനുമതി തന്നിട്ടില്ലല്ലോ തരത്തിലും. അതെന്തുകൊണ്ടാണ് അന്നേരം? അല്ല, അതാണ് ഞാൻ പറയുന്നത്. CPM-ന്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഒരു 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 ഗുണമുള്ള രാഷ്ട്രീയമല്ല. ഈ ചോദ്യം വളരെ ചോദ്യം. അതായത് താങ്കളുടെ HRDS അവിടെ പദ്ധതി കൊണ്ടുവന്നാൽ ഒരു 5 പൈസ മോഷ്ടിക്കാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ടാണോ പിണറായി വിജയൻ താങ്കളുടെ പദ്ധതിക്ക് അനുമതി നൽകാത്തത്? അതൊരു ഒരു ഘടകം തന്നെയാണ്. ഇതിനകത്ത് ഇവരുടെ യാതൊരു തട്ടിപ്പുകൾ നടക്കാൻ പോകുന്നില്ല. ഈ ഊരാളുന്ന സൊസൈറ്റി പോലുള്ളവർക്ക് പണം കൊടുത്തിട്ട് അതിൽ നിന്ന് ഈ പൈസ തിരിച്ചു വാങ്ങുന്ന പണിയൊന്നും നടക്കില്ല HRDSലേക്ക് വന്നു കഴിഞ്ഞാൽ. അപ്പൊ അതൊരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. മാത്രമല്ല, ഈ പിണറായി വിജയന്റെ ഈ ഒരു പിരിവ് നടക്കാതെ പോകും. കാരണം ഞങ്ങൾ ഇതിന് നമ്മളിപ്പോൾ ഇത് അനൗൺസ് ചെയ്തതിനു ശേഷം തന്നെ ആളുകൾ ഒരുപാട് പേര് ഇവരോട് ചോദിക്കുന്നുണ്ടല്ലോ, ഇനി എന്തിനാണ് പൈസ ഇരിക്കുന്നത്? ഇപ്പം സാലറി ചലഞ്ച് എന്ന് പറഞ്ഞിട്ടൊരു പരിപാടിയും കൊണ്ട് ഇറങ്ങിയിരിക്കുകയാണ്. എന്തിനു വേണ്ടിയാണ്, എന്ത് കാര്യത്തിന് വേണ്ടിയാണ് ഇനി പണം ഇവിടെ എന്ത് ആവശ്യമുള്ള? കേന്ദ്ര ഗവൺമെന്റ് പൈസ തരാന്ന് പറഞ്ഞു. കാര്യം അതിന്റെ റിപ്പോർട്ട് കൊടുക്കാനാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ എന്തെല്ലാം ആവശ്യങ്ങൾക്കാണ് പണം വേണ്ടത് എന്നൊരു കണക്ക് കൊടുക്കണ്ടേ? അല്ലാതെ 2000 കോടി രൂപ വേണമെന്ന് മുഹമ്മദ് റിയാസ് പറഞ്ഞാൽ അത് എടുത്തു കൊടുക്കാൻ പറ്റുമോ? ആ മുഹമ്മദ് റിയാസ് 2000 കോടി എന്ന് പറയുന്ന ലോജിക്ക് എന്താണ്? ഒരു ലോജിക്കില്ല. കട്ടെടുക്കാനുള്ളത് എത്ര കോടി രൂപ വേണമെന്നാണ് താങ്കൾ കരുതുന്നത്? മാക്സിമം അവിടുത്തെ മുഴുവൻ റീഹാബിലിറ്റേഷൻ പ്രവർത്തനങ്ങൾ ഏറ്റവും നന്നായിട്ട് നടത്തുന്നത് 150 കോടി രൂപ മതി. 150 കോടി രൂപ ധാരാളമാണ്. ഈ ഭരണം നഷ്ടപ്പെട്ട ആളുകൾക്ക് 1 ഏക്കറും 2000-3000 സ്ക്വയർ ഫീറ്റ് വീടും കാറും ഒക്കെ എല്ലാം നശിച്ചുപോയി. അപ്പൊ അത് തിരിച്ചു കൊടുക്കേണ്ട ബാധ്യത ഗവൺമെന്റിനില്ലേ? ഗവൺമെന്റിനെ സംബന്ധിച്ച് 10 ഏക്കർ സ്ഥലമുള്ളവരുടേതും പോയിട്ടുണ്ട്, 5 സെന്റ് ഉള്ളവരുടേതും പോയിട്ടുണ്ട്, 5 സെന്റ് കണ്ടമാനം പോയിട്ടുണ്ട്. അപ്പൊ ഇത് 2-3 സെന്റ് ഉള്ളവർ കണ്ടമാനം പോയിട്ടുണ്ട്. അപ്പൊ ഇതിങ്ങനെ ഒരു ദുരന്തം വന്നപ്പോൾ എല്ലാവരും ഒരുമിച്ചാണ് അനുഭവിച്ചത്. ഈ സ്വത്ത് സമ്പാദിച്ചു കൂട്ടിയവരുടെ ഒന്നും അവിടെ നിന്നില്ല, ഒന്നും ഉണ്ടാകാതെ ഇരുന്നവരുടെ ഒന്നുമില്ല. എല്ലാം ഒരുപോലെയാണ്. ദൈവം അല്ലെങ്കിൽ ഏത് ശക്തിയാണെന്നറിയില്ല, ഏത് ശക്തിയായാലും ഇതിനെല്ലാം ഒരുപോലെയാണ് തുടച്ചു നീക്കിയത്. അപ്പം ആ ഒരു സാഹചര്യത്തിൽ ഇനിയിപ്പം ഇവർക്കെല്ലാം അതനുസരിച്ച് കോമ്പൻസേഷൻ കൊടുക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമല്ല. ഒരു
അത് ഒരു ദുരന്തത്തിൽ അത് സാധ്യമല്ലല്ലോ അങ്ങനെ ചെയ്യാന്നുള്ളത്. അപ്പൊ പിന്നെ എന്റെ ചോദ്യം വളരെ പ്രസക്തമായ ചോദ്യമാണ്. ഒരു കലാമിറ്റി വരുന്നതിന്റെ അവിടെ കലാമിറ്റി വരുന്നതിന്റെ ഉത്തരവാദിത്വം ഗവൺമെന്റിനാണോ അവിടെ താമസിക്കുന്നവർക്കാണോ? ഗവൺമെന്റ് ആണല്ലോ ഇതെല്ലാം നോക്കേണ്ടത്. അപ്പോൾ അവർക്ക് നഷ്ടപ്പെട്ടതിന്റെ ഉത്തരവാദിത്വം നൽകി കൃത്യമായി പഠിച്ച് തിരിച്ചു നൽകേണ്ട ഉത്തരവാദിത്വം ഗവൺമെന്റിന് ഇല്ലേ? ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അത് ബക്കറ്റ് വീര് നടത്തിയല്ല ഗവൺമെന്റ് ചെയ്യേണ്ടത്. ഇവിടെ അതിനുള്ള സംവിധാനം ഉണ്ട്. ആ പണം ഉപയോഗിച്ചിട്ട് അത് ചെയ്തു കൊടുക്കേണ്ട ഉത്തരവാദിത്വം ഗവൺമെന്റിനുണ്ട്. ഈ ഉത്തരവാദിത്തത്തിൽ നിന്ന് പുറകോട്ട് പോകുന്നതിന് വേണ്ടിയിട്ടാണ് പണം പിരിക്കാൻ നോക്കുന്നത്. എന്റെ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞത്, ഞാൻ അദ്ദേഹത്തോട് ചോദിച്ച ചോദ്യത്തിൽ നിന്ന് അദ്ദേഹം പറഞ്ഞു, മേപ്പാടി പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞത്, അവർക്ക് അതായത് 2000-3000 സ്ക്വയർ ഫീറ്റുള്ള വീടുകളുള്ള നഷ്ടപ്പെട്ട ആളുകൾക്ക് അടക്കം ഒരു 1 കോടി 1.5 കോടി രൂപ വെച്ച് കൊടുത്താൽ പോലും മൊത്തം വേണ്ടത് ഒരു 500 കോടി മാക്സിമം അതാണ്. പിന്നെ അഡീഷണൽ ആയിട്ട് എന്ത് ഇതാക്കിയാലും മാക്സിമം കൊണ്ട് 750 കോടിയിൽ എത്തിക്കാം, അത് ലാവിഷായിട്ട്. പക്ഷെ 2000 കോടിയുടെ ആവശ്യമേ ഇല്ലാന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് പറയാം. അപ്പൊ ഇവരുടെ ഉദ്ദേശം എന്താണ്? ഇവരുടെ ഉദ്ദേശം ഇത് തന്നെയാണെന്ന്. ഇത് പണം ഏതെങ്കിലും രൂപത്തിൽ പണം കൊണ്ടുവരിക. അതാ ഞാൻ പറഞ്ഞത്, എല്ലാ ദുരന്തങ്ങളെയും ഇവര് വളരെ ഉള്ളിലൊരു സന്തോഷത്തോടെയാണ് കാണുന്നത്. നമുക്ക് പണം പിരിക്കാൻ ഒരു മീഡിയം ആയിട്ടാണ് ഇതിനെല്ലാം ഇവർ കണ്ടോണ്ടിരിക്കുന്നത്. അതാണ് ഈ കേരളത്തിന്റെ ദുരന്തവും. ഇത്തരം ആളുകള് കേരളം ഭരിക്കുന്നു എന്നുള്ളത് വലിയ തകരാറ് തന്നെയാണ്. ഞാൻ അടുത്ത ചോദ്യം, താങ്കൾ പിണറായി വിജയനെതിരെ കുറെ കേസ് കൊടുത്തിട്ടുണ്ട്, പരാതികളും, അതിന്റെയൊക്കെ പൊസിഷൻ എന്തായി? ഈ ലാവ്ലിൻ കേസ് പലവട്ടം ഇങ്ങനെ മാറ്റിവെച്ചപ്പോൾ ഞങ്ങള് പ്രധാനമന്ത്രിക്കും ചീഫ് ജസ്റ്റിസിനും പരാതി കൊടുത്തു. അതിന്റെ അടിസ്ഥാനത്തിൽ കേസ് എടുത്തു. ഞങ്ങളുടെ കേസാണെന്ന് അറിയാലോ. അതെ, അങ്ങനെ കൊണ്ടെന്ന് അറിയാം. 96-98 കാലത്ത് വിദ്യുച്ഛക്തി 3 പദ്ധതികളുടെ പേരിൽ നടത്തിയ കോടികളുടെ തട്ടിപ്പാണ്. 375 കോടിയോളം പിണറായി വിജയൻ തട്ടിയതിന്റെ കേസാണ്. അല്ല, കേരളത്തിന്റെ റീഫോർമേഷന് വേണ്ടിയിട്ട് അങ്ങേപ്പോലുള്ള ആളുകളും ഒരു ചെലുത്തുന്ന സമ്മർദ്ദം ചെറുതല്ല. അത് ചെറുതായിട്ട് കാണാനും കഴിയില്ല. കാരണം സാധാരണക്കാരെ കൊണ്ട് സാധ്യമല്ലാത്ത കാര്യങ്ങളാണ് ചെയ്യുന്നത്. എന്നാൽ അങ്ങും സാധാരണക്കാരനല്ലേ, സാധാരണക്കാരനായിട്ട് ജീവിക്കുന്നു. നമ്മൾ ഈ ചെറിയ ചായക്കടയിൽ നിന്ന് ചായ കഴിക്കുന്നു, തിരിച്ചു വരുന്നു. അപ്പൊ ഇത് ഇങ്ങനെ ജീവിക്കുന്ന ഒരാള് ഇത്ര വലിയ ഇവരുടെ പിന്നിൽ വലിയ ശക്തികളാണുള്ളത്. പിണറായി വിജയന്റെ കൂട്ടുകാരൊക്കെയാണ്. ഏതെങ്കിലും പാവപ്പെട്ട പാർട്ടിക്കാരനായിട്ട് പിണറായി വിജയൻ ബന്ധമുണ്ടോ? യൂസഫ് അലി, അതുപോലത്തെ ദുബായിലെ വലിയ 5 സ്റ്റാർ ഹോട്ടലിൽ താമസിക്കുന്നു. പോലീസ് വണ്ടിയുടെ സഹായത്തോടെ യാത്ര ചെയ്യുന്നു. അടച്ചുപൂട്ടിയ ക്ലിഫ് ഹൗസിന്റെ താമസിക്കുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസിനുള്ളിൽ ആർക്കും പ്രവേശനമില്ല. ആ രൂപത്തിൽ ഇരുമ്പ് ചട്ടയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് എല്ലാ അധമ കച്ചവടം നടത്തുന്ന ഒരാളാണെന്നാണ് ഞാൻ പറയുന്ന ഒരു കാര്യം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളായി വന്നിട്ടുള്ള ഫൈറ്റ് ചെയ്ത ഒരാളെന്ന രൂപത്തിൽ താങ്കൾ പിണറായി വിജയനെതിരെ നടത്തിയ ഫൈറ്റ് എവിടെ എത്തി? എന്താണ് ഏതെല്ലാം ഫൈറ്റുകൾ നടത്തിയിട്ടുണ്ട്? ഞാൻ പ്രധാനമായിട്ട് ഞങ്ങളെ ഈ സ്വപ്ന സുരേഷ് വന്നതുമായി ബന്ധപ്പെട്ട് ഞങ്ങളെ ഇവര് അങ്ങേറ്റത്തെ ഒരു ശത്രുപക്ഷത്ത് നിർത്തിക്കൊണ്ട് ആക്രമിച്ചപ്പോൾ അന്നേരമാണ് നമ്മൾ ഇതിന്റെ ഗൗരവം മനസ്സിലാക്കുന്നത്. ഇത് എത്രമാത്രം ആഴത്തിലാണ് ഈ പിണറായിയും സംഘവും ഈ കേരളത്തിന്റെ ഭരണം കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് അതിന്റെ ഒരു ഞെട്ടലോടെ ഞങ്ങൾ കേട്ടത്. അപ്പോൾ സ്വപ്ന സുരേഷ് അപ്പോൾ ഈ എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ ഇവരുടെ പിണറായിയുടെ വീട്ടിലൊരു മീറ്റിംഗ് കൂടുന്നു. പിണറായി വിജയൻ കസേര വന്ന് ഒരു അക്ഷരം മിണ്ടാതെ ഇരിക്കുന്നു, ഒരു ധ്യാനത്തിലിരിക്കുന്നവരെ അദ്ദേഹം ഒന്നും മിണ്ടാതിരിക്കുന്നു. വീണ വിജയനും കമല, നമ്മുടെ ശിവശങ്കർ, സ്വപ്ന, ഇവരെല്ലാവരും കൂടി ഇരിക്കുന്നു. വീണ വിജയനാണ് ഈ ചർച്ച മുഴുവൻ ലീഡ് ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു മാനിപ്പുലേറ്റ് ചെയ്യേണ്ട വിഷയങ്ങളെ, ഇപ്പോൾ ഗവൺമെൻറ് പ്രോജക്റ്റുകൾ എങ്ങനെ കൊണ്ടുവരാം, അത് എന്തെല്ലാം പ്രോജക്റ്റുകൾ കൊണ്ടുവന്ന് അതിന് പണം ഉണ്ടാക്കാൻ പറ്റും, അത്തരം പ്രോജക്റ്റുകൾ മാത്രം തിരഞ്ഞെടുത്ത് അത് എങ്ങനെ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ സംബന്ധിക്കുന്ന കാര്യങ്ങളെല്ലാം പറയുന്നതിനായിട്ടാണ് ഈ ശിവശങ്കർ എന്ന് പറയുന്ന IAS ഉള്ളത്. അയാളുടെ ജോലി അതാണ്. പിണറായി വിജയനും ഫാമിലിക്ക് എങ്ങനെ ഈ ഒരു ഭരണത്തിന്റെ സംവിധാനത്തിനെ എങ്ങനെ ദുരുപയോഗപ്പെടുത്തിക്കൊണ്ട് പണം ഉണ്ടാക്കാം എന്നുള്ള കാര്യങ്ങൾ മാത്രം ഗവേഷണം ചെയ്യാൻ വേണ്ടിയാണ് ഇയാൾക്ക് ഗവൺമെന്റ് സാലറി കൊടുത്ത് ഇരുത്തിയേക്കുന്നത്. ഇയാൾ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള IAS അങ്ങനെയാണ്. IAS ഇവിടെ ഇയാളെക്കാളും മിടുക്കരെ ഉണ്ടായിരുന്നല്ലോ. നേരിട്ട് IAS വന്ന ആളുകളൊക്കെ ഉണ്ട്. അവരെല്ലാവരും നിഷ്പ്രഭരാക്കിക്കൊണ്ടാണ് ശിവശങ്കർ എന്ന് പറയുന്ന ഒരാളെ ഇയാൾ പ്രിൻസിപ്പൽ സെക്രട്ടറിയായിട്ട് വയ്ക്കുന്നത്. ഇയാൾ അങ്ങനെയാണല്ലോ എപ്പോഴും ചെയ്യാറുള്ളത്. ഇതുപോലത്തെ കുഴപ്പക്കാരെയും അത്തരം ആളുകളെയും മാത്രം ഓരോ പ്രധാന സ്ഥാനങ്ങളിൽ ഇരുത്തിക്കൊണ്ടാണല്ലോ കേരളത്തിന്റെ ഭരണം കൊണ്ടുപോകുന്നത്. അല്ലാതെ മാന്യന്മാരായിട്ടുള്ള ആളുകളാരും ഇയാൾ ഇരുത്തിയല്ലോ. അപ്പം അതിന്റെ ഭാഗമായിട്ട് ഇത്തരം ചർച്ചകളിൽ മുഴുവനും ഇതെങ്ങനെ കേരളം കൊള്ളയടിക്കാം എന്നുള്ളതാണ് ഇവർ നോക്കുന്നത്.
യാതൊരു ദിശയുമില്ലാതെ ഈ നാട്ടിൽ ഇയാളെ ഇങ്ങനെ ഈ മുഖ്യമന്ത്രിയാക്കി ജനതയെ പാടെ മറന്നുകൊണ്ട് അവരെല്ലാവരും വെറും പുച്ഛത്തോടെ കണ്ടുകൊണ്ടാണ് ഇയാൾ ഈ തേരോട്ടം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, താങ്കൾ അത് സമ്മതിച്ചു. താങ്കൾ ലാവ്ലിൻ കേസിൽ പരാതി കൊടുത്തു. അതെ. എന്ത് നടപടി ഉണ്ടായിരുന്നു? ലാവ്ലിൻ കേസിൽ നമ്മൾ പരാതി കൊടുത്തപ്പോൾ CBIയുടെ വക്കീലാണ് അന്ന് അത് മാറ്റിവെക്കണമെന്ന് ആവശ്യപ്പെടുന്നത്. അപ്പോൾ ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞ് ഇവര് സമഗ്ര മേഖലകളിലും ഇവരുടെ ആളുകളെ വെച്ചിരിക്കുകയാണ്. കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിലുള്ള CBIയുടെ പ്രോസിക്യൂട്ടർ അമിത്ഷായുടെ വലങ്കയായ തുഷാർ മേത്ത അടക്കം സുപ്രീം കോടതിയിൽ പോയി കഴിഞ്ഞ 7.5 വർഷമായിട്ട് പറയുന്നത് ഈ കേസ് ഞങ്ങൾ തിരക്കാണ്, ഞങ്ങൾ മാറ്റി വെക്കണം. താങ്കൾ പരാതി കൊടുത്തിട്ട് പോലും ഇന്നേ വരെ നടപടി ഇല്ലാത്തതെന്ന് മനസ്സിലാക്കേണ്ടത് പിണറായി വിജയനെ അമിത്ഷായും നരേന്ദ്രമോദിയും സംരക്ഷിക്കുന്നു എന്നല്ലേ? നരേന്ദ്രമോദി സംരക്ഷിക്കുകയില്ല. നരേന്ദ്രമോദി അത്ര ഒരാളല്ല. അമിത്ഷായുടെ ഓഫീസിൽ ചില ആളുകൾ എന്തെങ്കിലും കാണിക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷെ നരേന്ദ്രമോദിയുടെ ഓഫീസിൽ അങ്ങനെ ഒരു കാര്യം നടക്കില്ല. ഒരു സാധ്യതയില് നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്. അങ്ങ് മനസ്സിലാക്കാം, ലോകത്തിന്റെ മുഴുവൻ നേതാവാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരാൾക്ക് ഇവിടെ പിണറായി വിജയനെ പോലെ ഒരാൾ ഇവിടെ കാണിക്കുന്ന എല്ലാ തോന്നിവാസങ്ങളുടെയും പുറകെ നിൽക്കുക എന്ന് പറയുന്നത് എളുപ്പമല്ല. നമുക്ക് സമയമുണ്ട് ഇഷ്ടം പോലെ, അദ്ദേഹത്തിന് അതിന് സമയമില്ല. പിന്നെ ചെയ്യേണ്ടത് ഇവിടുത്തെ BJPയുടെ ആളുകളാണ്. ഇവിടുത്തെ BJPയുടെ നേതൃത്വമാണ് പിണറായി വിജയനെതിരെ നീങ്ങേണ്ടത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഇവർക്ക് ചില ധാരണകൾ ഇതിനകത്തുണ്ടോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. അതിന് നരേന്ദ്രമോദി കാര്യത്തിൽ എന്തുകൊണ്ട് പിന്നീട് താങ്കളെ പോലെ കേന്ദ്ര BJP നേതൃത്വമായിട്ടും RSSമായിട്ടും വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന അമിത്ഷായുടെ ഓഫീസായിട്ടും അതേപോലെ നരേന്ദ്രമോദിയുടെ ഓഫീസുമായിട്ട് അടുത്ത ബന്ധം പുലർത്തുന്ന താങ്കൾ പരാതി കൊടുത്തിട്ട് പോലും ലാവ്ലിൻ കേസ് 7.5 വർഷമായി ചരിത്രത്തിൽ ഇന്നേ വരെ ഇല്ലാത്ത രൂപത്തിൽ, സുപ്രീം കോടതിയുടെ ചരിത്രത്തിൽ ഇന്നേ വരെ ഇല്ലാത്ത രൂപത്തിൽ 62-63 തവണ മാറ്റിവെച്ചിരിക്കുകയാണ്, രജിസ്ട്രി വഴിയും ബെഞ്ച് വഴിയും. ഇത് പിണറായി വിജയനെ സംരക്ഷിക്കാനല്ലാതെ പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ്? അല്ല, ഇതിനകത്ത് അങ്ങയുടെ വിഷമങ്ങളെല്ലാം ഇപ്പം എന്റെ വിഷമല്ല. അല്ല, ഇതെല്ലാം മാറും. അയാൾ മരിച്ചതിന് ശേഷമല്ലല്ലോ വിഷമം മാറുന്നത്. ഇതെല്ലാം ഇപ്പൊ മാറും. അതിനുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. മോദിജിയുടെ ഓഫീസ് ഇത് ശ്രദ്ധിക്കുന്നുണ്ട്. ഈ വിഷയങ്ങളൊക്കെ പരിഹാരം ഉണ്ടാകുന്നതിന് ചെയ്യും. പിന്നെ കഴിഞ്ഞ കുറെ നാളുകളായിട്ട് ഇലക്ഷനും അങ്ങനെയുള്ള തിരക്കുകളിൽ പെട്ടുപോയിട്ടുണ്ട് ഇവരൊക്കെ. അപ്പൊ അതെല്ലാം ഇപ്പം പൂർത്തിയായിരിക്കുന്നു. പുതിയ മന്ത്രിസഭ അധികാരത്തിൽ വന്നിട്ടുണ്ട്. ഇനി ഇതെല്ലാം മാറും. അതൊരു മറുപടിയാണോ? ഇന്ത്യയുടെ എന്റെ ചോദ്യം ഇതാണ്. നരേന്ദ്രമോദി, അമിത്ഷാ 2021 ഇലക്ഷൻ വന്നപ്പോൾ അമിത്ഷാ പറഞ്ഞു പിണറായി വിജയൻ നേരിട്ട് ഈ സ്വർണ്ണക്കള്ളക്കടത്തിൽ പങ്കാളിയാണ്. നരേന്ദ്രമോദി ഇക്കഴിഞ്ഞ ഇലക്ഷനിൽ വന്നിട്ട് കേരളത്തിൽ വന്നപ്പോൾ പറഞ്ഞു സ്വർണ്ണക്കള്ളക്കടത്തിൽ പിണറായി വിജയന്റെ പങ്കാളിത്തത്തെ കുറിച്ച് പച്ചയായി പറഞ്ഞു. ഇങ്ങനെ അറിവുണ്ടായിട്ടും ആളെ മിനിറ്റുകൾക്കുള്ളിൽ അറസ്റ്റ് ചെയ്യുന്ന, അതായത് ഡൽഹിയിലെ മുഖ്യമന്ത്രിയെയും അതേപോലെ സോറനെയും ജാർഖണ്ഡ് മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്ത് പരിചയമുള്ള BJP ഗവൺമെന്റ് എന്തുകൊണ്ടാണ് പിണറായി വിജയനെ തൊടാതിരിക്കുന്നത്? അതിന് പിന്നിൽ ഒട്ടനവധി ഘടകങ്ങളുണ്ടെന്ന് അങ്ങേക്ക് അറിയാമല്ലോ. സോറന്റെ കൂടെ ഇത്തരം ചില ആളുകളില്ല. ആരെ? പിണറായിയുടെ കൂടെയുള്ള ചില ആളുകൾ സോറന്റെ കൂടെ ഇല്ല. BJP ആളുകൾ തന്നെ പിണറായിന്റെ കൂടെ ഉണ്ടെന്നാണ് താങ്കൾ പറയുന്നത്. അല്ലാതെ ഈ വഴിക്ക് പറ്റില്ലല്ലോ. ഇല്ല. പിന്നെ കേരളത്തിലെ BJP നേതൃത്വം, K സുരേന്ദ്രനും V മുരളീധരൻ അടക്കമുള്ള ആളുകൾ ഇദ്ദേഹത്തെ തൊടാൻ സമ്മതിക്കാതെ സംരക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നല്ലേ താങ്കൾ പറഞ്ഞതിന്റെ അർത്ഥം? ഇത് നന്ദകുമാർജി, ഒരു കാര്യം അങ്ങ് മനസ്സിലാക്കണം. ഇതിനകത്ത് ഈ പിണറായി വിജയൻ എന്ന് പറയുന്ന ആള് എല്ലാ തിന്മകളുടെയും ഒരു ബിംബമാണ്. അല്ല, ഇയാളൊന്നും നേരിട്ട് ചെയ്യേണ്ട കാര്യമില്ല. ഇയാളിപ്പം ഞാൻ പറഞ്ഞത് വീട്ടിൽ കസേര ചുമ്മാ വൈകുന്നേരം ഇരുന്നാൽ മതി. ഇത് ഇയാൾക്ക് വേണ്ടിയിട്ട് ഇതെല്ലാം ചെയ്യാൻ ഇവിടെ ആളുകളുണ്ട്. കാരണം പിണറായി വിജയനെ ഒരാളെ സംരക്ഷിക്കേണ്ടത് ഈ നാട്ടിലെ എല്ലാ തിന്മകളും ചെയ്യുന്ന തിന്മയുടെ ശക്തികൾക്കെല്ലാം അതൊരു ആവശ്യമാണ്. അപ്പൊ അതിന്റെ ബിംബം മാത്രമാണ് പിണറായി വിജയൻ. പറഞ്ഞ കാര്യം താങ്കൾ മറുപടി പറയാതെ അത് ശരിയാണെന്നാണ് താങ്കൾ പറയുന്നത്. അങ്ങ് എന്തായാലും അങ്ങേക്ക് ഇതെല്ലാം ഇപ്പൊ ബോധ്യമാവും, ഉടൻ തന്നെ ബോധ്യമാവും. അപ്പൊ ഞാനത് പ്രത്യേകിച്ച് 10 വർഷമായി നരേന്ദ്രമോദി ഇവിടെ ഭരിക്കുന്നുണ്ട്, പിണറായി വിജയൻ 8 വർഷമായി ഭരിക്കുന്നു. ലൈഫ് മിഷൻ തട്ടിപ്പ് എന്ന് പറയുന്ന ഇതുപോലെയുള്ള ഒരു പദ്ധതി, അതായത് വടക്കാഞ്ചേരി
പ്രളയ ദുരിതാശ്വാസ പ്രളയത്തിൽപ്പെട്ട ആളുകൾക്ക് വേണ്ടി റെഡ് ക്രസന്റ് എന്ന് പറയുന്ന യുഎയിലെ സന്നദ്ധ സംഘടന ഫണ്ട് കൊടുത്ത് 19 കോടി രൂപ കൊടുത്തിട്ടാണ് ആ പദ്ധതി ലൈഫ് മിഷൻ ആരംഭിച്ചത്. അതിന് ചെയർമാൻ പിണറായി വിജയനാണ്. ആ സംഭവത്തിൽ യൂണിടെക് എന്ന് പറയുന്ന പ്രൈവറ്റ് പാർട്ടിയിലേക്ക് അതിന് നിർമ്മാണ ചുമതല കൊടുത്ത് അവർക്ക് നേരിട്ട് പണം എത്തിച്ച് 9 കോടി രൂപ തട്ടിപ്പ് നടത്തി അവർ പിണറായി മകളും ശിവശങ്കറും അടക്കമുള്ള ആളുകൾ കൃത്യമായി തെളിവുകളാണ്. അദ്ദേഹത്തെ തൊട്ടിട്ടില്ല, ചോദ്യം ചെയ്തിട്ടില്ല. അല്ല, ഇത് ഒന്നാമത് ഈ വിദേശത്തു നിന്നൊരു ഫണ്ട് കൊണ്ടുവരുമ്പോൾ അത് ഇതുപോലെ ചാരിറ്റബിൾ പ്രവർത്തനത്തിന് കൊണ്ടുവരുമ്പോൾ അത് ഉറപ്പായിട്ടും ഏതെങ്കിലും NGO വഴിയാണ് കൊണ്ടുവരേണ്ടത്. വഴിയല്ല, ഗവൺമെന്റിന് നേരിട്ട് ഗവൺമെന്റ് ലൈഫ് മിഷനിലേക്ക് കൊണ്ടുവരാം. FCRA പ്രകാരം അവർ അക്കൗണ്ടിലേക്ക് വന്നാൽ മതി. അല്ല, FCRA ഇല്ലല്ലോ, ലൈഫ് മിഷൻ FCRA എടുത്തിട്ട് വേണമല്ലോ ചെയ്യാൻ. FCRA ഇല്ലല്ലോ. ഇല്ല, അതാ പറഞ്ഞ അത്രയ്ക്ക് ഗുരുതരമായ ഒരു നിയമലംഘനമാണ് നടന്നത്. അതിലെ ചെയർമാനാണ് അദ്ദേഹം. അതെ, ആ തീരുമാനം എടുത്ത ആളാണ് അദ്ദേഹം. എന്നിട്ട് അദ്ദേഹത്തെ തൊട്ടില്ല. വർഷങ്ങള് ഇപ്പം പ്രളയം നടന്ന എത്ര കാലമായി? 6 വർഷം കഴിഞ്ഞു. എത്ര കാലം വേണം ഇതിനൊക്കെ? ഇത് അടുത്തത് സ്വർണ്ണക്കലകടത്ത് ഏറ്റവും വിളിച്ചു പറഞ്ഞ ആൾ ഇവിടെ കെ സുരേന്ദ്രനാണ്. പിണറായിയാണ് മുഖ്യപ്രതി എന്ന് പറഞ്ഞിട്ടുണ്ട്. മകളെ ഇതിനകത്ത് പ്രതിയാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം 4 വർഷം കഴിഞ്ഞു. ഇത് നരേന്ദ്രമോദിക്ക് അറിയാം, അമിത്ഷായ്ക്കും വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഏറ്റവും പുതിയ മാസപ്പടി വിവാദം, കരിമണൽ ലോബിയുമായിട്ടുള്ള മാസപ്പടി വിവാദം. അതിൽ കോടതി വിധിയിൽ പോലും പിണറായി വിജയനും മകളും ആണെന്നുള്ളത് കൃത്യമായി തെളിവാണ്. എന്നിട്ടും എന്ത്, അതും ഷോൺ ജോർജിനെ പോലെ VC ജോർജിന്റെ മകൻ ശക്തമായ പോരാട്ടം നടത്തിയിട്ടും തൊടാൻ തയ്യാറല്ല. അതാണ് അർത്ഥം. ഈ കൂട്ടുകച്ചവടത്തിൽ കേന്ദ്ര ഗവൺമെന്റും അമിത്ഷായും നരേന്ദ്രമോദിയും പങ്കാളിയാവുന്നു, പിണറായി വിജയനെ സംരക്ഷിക്കുന്നു എന്നല്ലേ ഇത്രയും ആരോപണം വന്നിട്ടും? ഇല്ല, അത് അങ്ങയുടെ തെറ്റിദ്ധാരണയാണ്. ഒരു കാരണവശാലും കേന്ദ്ര ഗവൺമെന്റോ അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളോ ഇത്തരം ഒരു എന്ത് കാര്യത്തിനാണ് പിണറായി വിജയനെ പോലെ ഒരു ഇത്രയും ഒരു നിസ്സാരം ഒരു പുൽനാമ്പിന് വേണ്ടിയിട്ട് ഒരിക്കലും നിൽക്കില്ല. എന്തുകൊണ്ട് തൊടുന്നില്ല? തൊടും. ഏതെങ്കിലും എല്ലാവരും പറയാം തൊടും. അയാളിപ്പം 71 വയസ്സായി. നമ്മളെ തൊടുന്നത് അവസാനം മരിച്ചിട്ടാണോ? അദ്ദേഹം ഒരു അസുഖബാധിതനാണ്, ഏത് സമയത്തും മരിക്കാവുന്നതാണ്. ലാവ്ലിൻ കേസിൽ 4 പേര് മരിച്ചു കഴിഞ്ഞു. കാരണം 1996-98 കാലത്തുണ്ടായിട്ടുള്ള കേസായതുകൊണ്ട് ഇപ്പൊ 27 വർഷം കഴിഞ്ഞു. ആ 27 വർഷം കഴിഞ്ഞ കേസിൽ സാക്ഷികളും പ്രതികളും മരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവസാനം പ്രതികളും സാക്ഷികളും മരിക്കുന്നതോട് കൂടിയിട്ടാണോ ഈ തൊടൽ എന്ന് പറയുന്ന പ്രതിഭാസം ഉണ്ടാകാൻ പോകുന്നത്? പിണറായി വിജയൻ ഒരെണ്ണം മരിക്കോ? മരിക്കണം എന്നല്ല ജീവിച്ചിരിക്കണം. എന്റെ ആഗ്രഹം അദ്ദേഹം ജീവിച്ചിരുന്നപ്പോൾ തന്നെ തെറ്റുകൾക്കൊക്കെ ശിക്ഷ മിനിമം കിട്ടണമെന്നുള്ളതാണ്. അതെങ്കിലും ഇല്ലെങ്കിൽ ഈ നീതിന്യായ വ്യവസ്ഥ വിശ്വസിക്കണ്ടല്ലോ. ഇത് പച്ചയായ ഇത്തരം കാര്യങ്ങൾ ഉണ്ടായിട്ട് 10 വർഷമായി ഭരിക്കുന്ന BJP ഗവൺമെന്റും 8 വർഷമായി ഭരിക്കുന്ന പിണറായി വിജയനും സകല തട്ടിപ്പ് നടത്തുന്നു. താങ്കളൊക്കെയുള്ള ആളുകൾ ഇങ്ങനെ പദ്ധതികളുമായി വരുമ്പോൾ അതിൽ പൈസ തട്ടിക്കാൻ പറ്റാത്തത് കൊണ്ട് മാറ്റിയിട്ട് വേറെ ഫണ്ട് വിരിക്കുന്നു. തട്ടിപ്പ് 10,000 കോടി വന്ന പ്രളയത്തിൽ വന്ന പൈസന് കണക്കില്ല. അങ്ങനെ സകല വിധത്തിലും തട്ടിപ്പോട് തട്ടിപ്പ് നടത്തുന്ന ഒരാളെ സംരക്ഷിക്കുന്നത് പിണറായി വിജയനെ സംരക്ഷിക്കുന്നത് അമിത്ഷായും മോദിയല്ല, പിന്നെ ആരാണ്? ഒരു കാരണവശാലും അത് അങ്ങയുടെ തെറ്റിദ്ധാരണയാണ്. അതിനകത്ത് വേറെ ചില ഘടകങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടെന്നുള്ളത് ശരി തന്നെയാണ്. പക്ഷെ ഒരു കാരണവശാലും ഇവരാരും ഇത്തരം കാര്യത്തിൽ നിൽക്കുന്ന ആളുകളല്ല. ഇവരെ സംബന്ധിച്ച് പിണറായി വിജയൻ ഒരു മാറ്ററേ അല്ല. അതാദ്യം ഒന്ന് മനസ്സിലാക്കൂ. ആ കാര്യത്തിൽ ഞാൻ ഉറപ്പ് തരാം, ഒരിക്കലും അങ്ങനെ സംഭവിക്കട്ടെ. അല്ല, അതല്ല, അങ്ങനെയല്ല. അതെന്താ കാര്യം എന്ന് വെച്ചാല് അങ്ങ് അത് കുറച്ചുകൂടെ ഒന്ന് ആഴത്തിൽ പഠിക്കാതെ മോദിജി ആരാണെന്ന് പഠിക്കുന്നില്ല, അമിത്ഷാ ആരാണെന്ന് പഠിക്കുന്നില്ല. എന്റെ കേസ് ഞാൻ നേരിട്ട് അനുഭവസ്ഥനായ ലാവ്ലിൻ കേസ് സുപ്രീം കോടതിയിൽ ഹൈക്കോടതിയിൽ വന്നത് മുതൽ അഡ്വക്കേറ്റിനെ മാറ്റി പിണറായി വിജയൻ അനുകൂലമായ അഡ്വക്കേറ്റിനെ വെച്ച് ആ കേസ് അട്ടിമറിച്ച് പിന്നെ സുപ്രീം കോടതിയിൽ പോയ ശേഷം അവിടെ ഇട്ട് കളിപ്പിക്കുന്ന ഒരാൾക്ക് ഇതുവരെ സുപ്രീം കോടതി കാണിക്കാത്ത വിധത്തിൽ അദ്ദേഹത്തെ സംരക്ഷിച്ചുകൊണ്ട് കേസ് മാറ്റി ഇങ്ങനെ കൊണ്ടു നടക്കുന്ന കാര്യത്തിൽ എനിക്കുള്ള അനുഭവം മാതിരി വേറെ ആർക്കാ ഉള്ളത്? അല്ല, ഇത് ഇന്ത്യയിൽ തന്നെ അത്യപൂർവമാണ്. അതെ, അത് പറയുന്ന താങ്കൾ തന്നെ പറയുന്നു അങ്ങനെ അത്യപൂർവമാണ്. പിന്നെ എന്ത് അനുഭവം വേണ്ടത്? ഇതിന് പരിഹാരം ഉണ്ടാവും. അങ്ങ് നോക്കിക്കോളൂ. ഒരു 6 മാസം സമയം തരൂ. ഇതിന് എല്ലാം വളരെ കൃത്യമായി അങ്ങേക്ക് വാർത്ത ചെയ്യാൻ പറ്റും. ഈ കാര്യങ്ങൾ അങ്ങേക്ക് വാർത്ത ചെയ്യാനുള്ള അവസരം ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. എന്തായാലും ഈ ചർച്ചയിൽ പങ്കെടുത്ത വളരെ ഗൗരവമായ ചർച്ചയിൽ പങ്കെടുത്ത അജി കൃഷ്ണ,
താങ്കൾ പോരാട്ടം നടത്തുന്നുണ്ട്, താങ്കൾ സത്യസന്ധമായിട്ട് പോരാട്ടം നടത്തുന്നത് എന്ന് പറയുമ്പോൾ തന്നെ താങ്കളെ കടന്നാക്രമിച്ചുകൊണ്ട് പലരും എത്തിയിട്ടുണ്ട്. അതിന്റെ സത്യാവസ്ഥ അവർ തെളിയിക്കട്ടെ. അതോടൊപ്പം താങ്കൾ കൊണ്ടുവന്ന പദ്ധതിയെ തകർക്കാൻ വേണ്ടി ശ്രമിച്ച പിണറായി വിജയനും അതേപോലെ ആ സംഘവുമാണല്ലോ, റിയാസൻ സംഘവുമാണല്ലോ, അത് ജനങ്ങളോട് കാണിക്കുന്ന ഏറ്റവും വലിയ അനീതി, മരിച്ച ആളുകളോട് കാണിക്കുന്ന അല്ലെങ്കിൽ ഇപ്പം ജീവിച്ചിരിക്കുന്ന ആളോട് കാണിക്കുന്ന ഏറ്റവും വലിയ അനീതിയായിട്ട് ഞങ്ങൾ കാണുന്നു. താങ്കൾക്ക് എല്ലാ പൂർണ്ണ പിന്തുണയും ഇക്കാര്യത്തിൽ നൽകുന്നു. ഈ കാര്യത്തിൽ അവിടുത്തെ MP, അതായത് ഒരു പ്രധാന ഘടകമാണ്, ഇത് കേന്ദ്രത്തിന്റെ ഒരു കാര്യമാണ് ഈ ഡിസാസ്റ്റർ ഉണ്ടായിട്ടുള്ളത്, ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കേണ്ടതൊക്കെയാണ്. പക്ഷെ ഇതുവരെ പ്രഖ്യാപിച്ചില്ല. എന്തുകൊണ്ടാണ് അതിനുള്ള കാരണം? ഇത് നന്ദകുമാർജി, നമ്മളുടെ ഒരു വയനാടിൻ്റെ ഒരു ദുര്യോഗം എന്ന് പറയുന്നത് ഈ രാഹുൽ ഗാന്ധി കഴിഞ്ഞ 2 പീരീഡായിട്ട് അവിടെ ജയിച്ചു വരുന്നു, MP ആണ്. അപ്പോൾ അദ്ദേഹം ഈ ഇത്തവണ ഉണ്ടായൊരു, കഴിഞ്ഞ തവണ അദ്ദേഹം അവിടെ തുടർന്നു. ഈ വർഷം അദ്ദേഹം ചെയ്തൊരു കാര്യം, വേറെ ഒരു സ്ഥലത്ത് റായ്ബറേലിയിൽ ജയിച്ചപ്പോൾ ഇവിടെ ഈ വയനാട്ടിനെ ഉപേക്ഷിക്കരുത്. കാരണം 4 ലക്ഷത്തോളം വോട്ടിന് ഭൂരിപക്ഷം കൊടുത്ത് ജയിപ്പിച്ച ആ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന അയാളെ വിശ്വസിച്ച് ഈ വോട്ട് ചെയ്ത ആളുകളെ മുഴുവൻ വഞ്ചിക്കുകയാണ് ചെയ്തത്. അദ്ദേഹം ഇത്ര ആളുകൾ 2 മണ്ഡലത്തിൽ നിൽക്കുന്ന ആളുകൾക്ക് യാതൊരു കാരണവശാലും 2 മണ്ഡലത്തിലെ ആളുകൾ വോട്ട് ചെയ്തെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഇത് ഒരു മണ്ഡലത്തിനെ വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണല്ലോ ഏതെങ്കിലും ഒരു പരീക്ഷണമാണ് നടത്തുന്നത്. എവിടെയാണ് നിൽക്കേണ്ടതെന്ന് ഇവർക്ക് തന്നെ ഒരു ക്ലാരിറ്റി ഇല്ലായ്മ. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ ഇവിടെ ഉപേക്ഷിച്ച് പോയിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടുത്തെ കാര്യങ്ങൾ വേണ്ട വിധം കേന്ദ്ര ഗവൺമെന്റ് ശ്രദ്ധയിൽപ്പെടുത്താനൊക്കെ ഒരാളില്ലാത്തൊരവസ്ഥ വന്നു. അതെല്ലാം മോദിജി നേരിട്ട് ചെയ്യേണ്ട സാഹചര്യത്തിലേക്ക് വന്നു. അത് ഒരു പോരായ്മ തന്നെയാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ പിണറായി വിജയനെ പോലെയുള്ള ആളുകൾക്ക് അനാവശ്യമായ ഗെയിമുകളിലേക്കും ഈ റിയാസിനൊക്കെ അവിടെ പോയി കളിയെല്ലാം കളിക്കാനുള്ള ഒരു അവസരം കിട്ടുന്നത് അതുകൊണ്ടാണ്. പക്ഷെ ഞാൻ അവിടെ പോയി പഠിച്ച സമയത്ത് ഈ സംഭവ സമയത്ത് ഉണ്ടാവുന്ന 1 മണിക്കാണ് പൊളിച്ചത്, 30-ാം തീയതി രാവിലെ 2:30 മണിയാകുമ്പോഴേക്കും അവിടുത്തെ MLA വന്നിട്ടുണ്ട്. പിറ്റേ ദിവസം രാഹുൽ ഗാന്ധി നേരിട്ട് അവിടെ എത്താൻ വേണ്ടി പരിശ്രമിച്ചിരുന്നു. അദ്ദേഹം അന്ന് കാലാവസ്ഥ ഇവിടെ കുഴപ്പമുണ്ട്, ഇങ്ങോട്ട് വരണ്ട എന്ന് പറഞ്ഞ് പിണറായി വിജയൻ അനുമതി നിഷേധിച്ചു. ലോകസഭയിൽ അന്ന് ഈ കാര്യം അദ്ദേഹം അവതരിപ്പിച്ചു. അതിന്റെ അടുത്ത ദിവസം അദ്ദേഹത്തിന് ഇങ്ങോട്ട് വരാൻ റെഡിയായിട്ടും വരുമെന്ന് പറഞ്ഞ അറിയിച്ചും വരാൻ പറ്റും. 3-ാം ദിവസം വന്നു. 3-ാം ദിവസം വന്നിട്ട് അദ്ദേഹം പ്രിയങ്ക ഗാന്ധിയും എല്ലാ സ്ഥലത്തും പോവുകയും സാധാരണ മണ്ണും ചളിയും നിറഞ്ഞ സ്ഥലത്തേക്ക് പാർത്തിവിടാൻ പുഞ്ചരി മറ്റം എന്ന് പറയുന്ന അതിന്റെ പ്രഭാവ കേന്ദ്രത്തിൽ പോലും അപകടകരമായ സ്ഥലത്ത് പോയിട്ട് പോലും അദ്ദേഹം നേരിട്ട് പഠിക്കുകയും എല്ലാ കാര്യങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുകയും അവിടുത്തെ കളക്ടറുമായിട്ടും ഒക്കെ സംസാരിക്കുകയും അതിനുശേഷം ലോകസഭയിൽ പോയിട്ട് ഈ കാര്യം അവതരിപ്പിക്കുകയും ഗവൺമെന്റ് റിപ്പോർട്ട് കൊടുക്കുകയും കേന്ദ്ര ഗവൺമെന്റിന് റിപ്പോർട്ട് കൊടുക്കുകയും അദ്ദേഹം സമ്മർദ്ദം ചെലുത്തുകയും ചെയ്തു എന്നുള്ളതൊരു വസ്തുതയല്ലേ? അല്ല, അതൊരു പൊതുപ്രവർത്തകൻ എന്നുള്ളത് മാത്രമേ ആവുന്നുള്ളൂ. ഇവിടെ രാജിവെച്ച് വേറാണ് ഒരു പൊതുപ്രവർത്തകൻ. ഇപ്പം മറ്റ് പല സംസ്ഥാനങ്ങളിലെ ആളുകളോട് സംസാരിച്ചിട്ടുണ്ട്, ലോക്സഭയിലും ഒക്കെ മറ്റ് പല സംസ്ഥാനത്തിലെ ആളുകൾ ഈ കാര്യം ചർച്ച ചെയ്തിട്ടുണ്ട്. നിർമ്മലാ സീതാരാമൻ സംസാരിച്ചില്ലേ, മോദിജി അമിത്ഷാക്ക് സംസാരിച്ചല്ലോ ഇതിൻ്റെ ഒരു ദുര്യോഗത്തെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ. അമിത്ഷാ വളരെ നീണ്ട സമയം സംസാരിക്കേണ്ടി വന്നു. ഈ ബ്രിട്ടാസ് എന്തോ അനാവശ്യമായ കാര്യങ്ങൾ പറഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരാൾ ഇവിടെ പരിചയമുള്ള ഒരാൾ എന്നുള്ളൊരു ലെവലിൽ മാത്രം അതിനെ കണ്ടപ്പോരെ. എന്ത് സാഹചര്യത്തിലാണ് പ്രതിപക്ഷ നേതാവ് എന്നുള്ള രൂപത്തിൽ പ്രതിപക്ഷ നേതാവ് കൂടിയാണ് ഇന്ത്യയിലെ ആ അർത്ഥത്തിലൂടെ വരികയും അദ്ദേഹം പ്രതിപക്ഷ നേതാവിന്റെ ചുമതല കൃത്യമായി നിർവഹിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത്. ഞാൻ നേരിട്ട് അവിടെ പോയി പഞ്ചായത്ത് പ്രസിഡന്റുമായി ഡീറ്റെയിൽ ആയുള്ള ഇന്റർവ്യൂ നടത്തി. ഇതിൽ പറയുന്ന ഗവൺമെന്റ് തട്ടിപ്പുകൾ കൃത്യമായി പുറത്തു കൊണ്ടുവന്ന ഒരാളാണ് ഞാൻ. മരണം എന്ന് പറഞ്ഞാൽ 2000 മരണങ്ങൾ നടന്നിട്ട് ഈ 250 400 കള്ളക്കളി കളിക്കുന്ന ഗവൺമെന്റിനെ പൊളിച്ച ഒരാളാണ് ഞാൻ. അപ്പോ ഞാൻ അവിടെ പോയിട്ട് പഠിച്ച ഒരു കാര്യമാണ് ഞാൻ എന്റെ മുന്നിലുള്ളത്. പ്രതിപക്ഷ നേതാവായി മാറിയല്ലോ അദ്ദേഹം. പ്രതിപക്ഷ നേതാവ് എന്ന രൂപത്തിൽ അവിടെ വരികയും എല്ലാ കാര്യങ്ങളും ചെയ്തതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹം രാജിവെച്ചു, അത് വേറെ സാങ്കേതികമായ ഒരു കാര്യമല്ലേ, നമ്മൾ അതിനെ ആ രൂപത്തിൽ കാണേണ്ടതുണ്ടോ എന്നാണ് ഞാൻ അത് ഇത്രയേ ഉള്ളൂ എനിക്ക്. കാരണം അവിടെ ഒരു MP അല്ല, അവിടെ പ്രവർത്തിച്ചില്ല എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ അംഗീകരിക്കുന്ന ഒരു കാര്യമല്ല. അദ്ദേഹം വരിക മാത്രമല്ല, അല്ല അപകടകരമായ സ്ഥലത്തിലൂടെ ഇത് നേരിട്ട് പഠിച്ച് അതിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കി റിപ്പോർട്ട് ഗവൺമെന്റിന് കൊടുത്തു, സമ്മർദ്ദം ചെലുത്തി. ഇന്ന് വരെ ഒരു ദേശീയ ദുരന്തമായിട്ട് കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിക്കുക. നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് വന്നു, മോദി വന്നു. പക്ഷെ ഇന്ന് വരെ ഒരു
ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ ഈ സമയം വരെ അദ്ദേഹത്തിന് സമയം കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ അത് ശരിയാണോ? അല്ലല്ല, അതിനകത്തൊരു കാര്യമുണ്ട്. സംസ്ഥാന ഗവൺമെന്റ് ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങളുണ്ട്. ഇവരിതിന്റെ റിപ്പോർട്ടുകൾ കൊടുക്കുന്നില്ല. ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് ഇപ്പൊ മോദിജി വന്ന ഒരു പ്രദേശത്ത് ഇപ്പൊ വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോൾ പണ്ട് നമ്മുടെ ആളുകളൊക്കെ ഹെലികോപ്റ്റർ വന്നിട്ട് പോകുന്ന പോലെ അല്ല അദ്ദേഹം വന്നത്. അദ്ദേഹം വന്ന് അവിടെ മുഴുവൻ നേരിട്ട് ഇറങ്ങി നടന്നതെല്ലാം കണ്ടു ബോധ്യമായ ആളാണ്. പക്ഷെ സംസ്ഥാനം എന്നൊരു സംവിധാനം ഉണ്ടല്ലോ ഇവിടെ. ഈ സംസ്ഥാന ഗവൺമെന്റ് വേണ്ടത്ര കൃത്യമായ രൂപത്തിലുള്ള റിപ്പോർട്ടുകൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ IAS-കാരില്ലേ, എഞ്ചിനീയേഴ്സ് ഇല്ലേ, എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. എത്ര 1000 പേരെ തീറ്റിപ്പോറ്റുന്നുണ്ട് ഇവിടെ ഈ സംസ്ഥാനം. ഇവന്മാരോട് പറഞ്ഞാൽ പോരെ, നാളെ ഇതിന്റെ റിപ്പോർട്ട് വേണം എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് പറ്റാത്തത്? HIVs ഒരു വളരെ ചെറിയൊരു സംവിധാനത്തിന് 3 ദിവസം കൊണ്ട് ഇതിന്റെ സമഗ്രമായിട്ടുള്ള ഒരു പാക്കേജ് വെക്കാൻ പറ്റി ഗവൺമെന്റിന് മുമ്പിൽ. ഇവന്മാർക്ക് എന്താ പറ്റാത്തത്? ഇവർക്ക് PWD ഇല്ലേ, ഈ സംവിധാനങ്ങളെല്ലാം ഉണ്ടല്ലോ. PWD മന്ത്രിയാണല്ലോ അവിടെ പോയി നിന്നത്. അയാൾക്ക് ആ ഉദ്യോഗസ്ഥരെ വിളിച്ചിട്ട് പറയാൻ വരെ ഇവിടെ എന്തെല്ലാമാണ് ഇമ്മീഡിയറ്റ് ആയിട്ട് വേണ്ടത്, ആ കാര്യത്തിന് കണക്കെടുക്കുക, അതിന്റെ കണക്കിങ് തരുമെന്ന് പറയണ്ടേ. അത് കേന്ദ്രത്തിന് കൊടുക്കാൻ വരെ. അത് ഇതുവരെ കൊടുത്തോ? കൊടുക്കാതെ പിന്നെ ഇത് ദേശീയ ആക്കണമെന്ന് ഇവർ പറഞ്ഞിട്ട് കാര്യമില്ല. അത് സംസ്ഥാനം പടുപരാജയമാണ് കാര്യത്തിൽ ഉണ്ടായില്ല. അതിന്റെ വിഷയമാണത്. പിണറായി വിജയന്റെ ഈ ഭരണം എന്ന് പറയുന്നത് 2000 കോടി പരാജയം മാത്രമാണ്. 2000 കോടി വേണമെന്ന് പറഞ്ഞില്ലേ? 2000 കോടി വേണമെന്ന് ചുമ്മാ പറഞ്ഞാൽ നടക്കുക. ഇത് വെള്ളരിക്കപ്പെട്ടതാണോ? എന്താണ് നന്ദകുമാർജി ഇങ്ങനെ ഇതിലൊക്കെ കാണിക്കുന്നത്? നമ്മൾ തന്നെ ഇപ്പൊ നന്ദകുമാർജി തന്നെ പറഞ്ഞല്ലോ, അങ്ങേയറ്റം ഇവർക്ക് ഓരോ കോടി രൂപ വീതം കൊടുത്താൽ പോലും ഒരു 700-750 കോടി മതി എന്ന് പറയുന്നുണ്ടല്ലോ. മരിച്ചവർക്കെല്ലാം അവർ നഷ്ടപ്പെട്ട സ്വത്തടക്കം പറഞ്ഞത്. അതെ. അപ്പൊ ഞങ്ങളുടെ ഒരു കണക്കിൽ 150 കോടി മതി. കാരണം ഇവർക്ക് സമഗ്രമായ പുനരധിവാസം എന്നുള്ളൊരു 10 വർഷത്തേക്ക് ഒരു പാക്കേജ് എല്ലാം കൂടെ കൂടിയാണ് ഞാൻ പറഞ്ഞത്. നഷ്ടപ്പെട്ട സ്വത്തടക്കമുള്ള കാര്യങ്ങൾ ചെറുതല്ലല്ലോ. അവരെ എന്തൊക്കെ നഷ്ടപ്പെട്ടു? സ്വർണം നഷ്ടപ്പെട്ടു, വീട്ടിലുള്ള പണം നഷ്ടപ്പെട്ടു, കെട്ടുകണക്കിന് പലർക്കൊന്നും ക്യാഷ് കിട്ടിയിട്ടുണ്ട്. സ്വർണം 200, 100, 50 ഇതൊക്കെ പവനുള്ളതൊക്കെ ഒഴുകിപ്പോയി, എല്ലാം നഷ്ടപ്പെട്ടു. അപ്പൊ ആ വില പിടിച്ച വീട്ടുപകരണങ്ങൾ നഷ്ടപ്പെട്ടു. ഒരു വീട് എന്ന് പറഞ്ഞാൽ വീട് ഉപകരണങ്ങളും പ്രധാനപ്പെട്ടതാണ്. എല്ലാം പോയില്ലേ? അവർക്ക് നഷ്ടം എന്ന് പറഞ്ഞാൽ ചെറുതല്ല. ലൈഫിൽ എത്ര കാലം ഇനി ഫൈറ്റ് ചെയ്ത് വേണം കൊണ്ടുവരാൻ. ആ സമയത്ത് റിഹാബിലേഷൻ എന്ന് പറഞ്ഞാൽ അതും കൂടി കൊടുക്കാൻ ബാധ്യസ്ഥനല്ലേ? അത് കൃത്യമായി കണക്കെടുത്ത് ആവറേജ് കൊണ്ടു കൊടുക്കണ്ടേ? സ്ഥലമെടുത്തിന്റെ കണക്ക് അവിടെ വില്ലേജ് ഓഫീസ് അവിടെ ഉണ്ടല്ലോ. വില്ലേജ് ഓഫീസിൽ ഓരോരുത്തർക്ക് ഇത്ര സ്ഥലം ഉണ്ടെന്നുള്ള രേഖയില്ലേ? വീടിന്റെ അളവും എല്ലാ കാര്യവും ഇല്ലേ? അതിനനുസരിച്ചിട്ട് അത് കൊടുക്കേണ്ടത് ആവശ്യമല്ലേ? അല്ല, ഇത് എന്താ പറഞ്ഞ ഇതെല്ലാം വേണ്ടതാണ്. പക്ഷേ നമ്മുടെ കേരളത്തിന്റെ ഒരു സ്ഥിതി അങ്ങേക്ക് അറിയാമല്ലോ. ഈ സുനാമി കഴിഞ്ഞ് എത്രയോ ദുരന്തങ്ങളാണ് ഉണ്ടായത്. ഏതെങ്കിലും ഒരു സ്ഥലത്തെങ്കിലും ഇത് കൃത്യമായ റീഹാബിലിറ്റേഷൻ പദ്ധതികൾ ഇവർ കൊണ്ടുവന്നോ? നടപ്പാക്കാൻ പറ്റിയവർക്ക്? ഇവിടെ നമ്മുടെ നിലമ്പൂരുണ്ടായ വിഷയം 5 വർഷം മുമ്പ് ഉണ്ടായാലും ഇതേവരെ അവിടെയുള്ള ആൾക്ക് വീട് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടോ? ഒന്നും ചെയ്തിട്ടില്ല. പട്ടുമലുണ്ടായ വിഷയങ്ങൾ എവിടെയെങ്കിലും ഇത് ചെയ്യുന്നുണ്ടോ ഇവര്? ഇവിടെ ഇവിടുന്ന് വല്ലാർപാടത്ത് നിറക്കി വിട്ട ആൾക്ക് വല്ലതും ഇവർ ചെയ്തോ? ഇവരൊരു മണ്ണാമ്പള്ളി ചെയ്യാൻ തോന്നുന്നത് ഒന്നും ചെയ്യാലോ ഇവര്? മുലമ്പള്ളി അതെ, കാലത്ത് കൊണ്ടിട്ട് അവര് പലരും മരിച്ചു. അവര് സുഖത്തോടുകൂടി ജയിച്ച, ആഡംബര വീടത്തോടുകൂടി ജയിച്ച കാറും വാഹനങ്ങളൊക്കെ ഉള്ള ആൾക്കാര് ചളിക്കുണ്ടിൽ കൊണ്ടിട്ട് അവര് രോഗം പിടിച്ച് പലരും മരിച്ചു. ഓഹിയില് സംഭവിച്ചു. പുത്തുമലയിൽ ഈ സ്ഥലത്തിന്റെ മേപ്പാടി പഞ്ചായത്തിന്റെ ഒരു സ്ഥലമായ ഒരു വാർഡായ പുത്തുമലയിൽ ഇന്ന് വരെ 5 പൈസ ഗവൺമെന്റ് കൊടുത്തിട്ടില്ല. പിരിച്ചത് കോടികളുണ്ട്. ഇവര് 300 രൂപ വെച്ചിട്ട് ഇപ്പൊ ഇവർക്ക് ഇപ്പൊ തൽക്കാലം പോക്കറ്റ് മണി വരെ കൊടുക്കുമെന്ന് പറഞ്ഞു. അത് കൊടുത്തോ? ഒന്നും ചെയ്തിട്ടില്ല. ഞങ്ങള് ഈ പറഞ്ഞ വയനാട്ടിൽ തന്നെ സുഗന്ധഗിരി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു 100 വീട് പണിയുന്നതിന് വേണ്ടിയിട്ട് തറക്കല്ലിട്ടിരുന്നു. 80ഓളം തറകളുടെ ഡാമേജ് പെട്ടുപോയി ആ വെള്ളപ്പൊക്കത്തിന്റെ സമയത്ത്. ഇവര് അന്ന് അതിന് നഷ്ടപരിഹാരം തരുമെന്ന് പറഞ്ഞു. 3 കോടി രൂപയാണ് നമ്മൾ ചോദിച്ചത്. 5 പൈസ തന്നിട്ടില്ല. അതുകൊണ്ട് പദ്ധതി അവിടെ നിന്നുപോയി. അപ്പൊ ഇങ്ങനെ നിരന്തരം ആളുകളെ വഞ്ചിക്കുക മാത്രം ചെയ്യുന്ന ഗവൺമെന്റാണിത്. ഓക്കെ, താങ്ക് യു.